നമസ്കാരം. മൂവാറ്റുപുഴയിലെ വാർത്തകളും വിശദാംശങ്ങളുമായി ന്യൂസ് എഡിറ്റ് ആരംഭിക്കുന്നു. നോക്കാം ഇന്നത്തെ പ്രധാന തലക്കെട്ടുകൾ. മൂവാറ്റുപുഴക്കാവിൽ നിന്ന് മോഷണം പോയ ജനറേറ്റർ കേബിളുകളുടെ അവശിഷ്ടം കണ്ടെത്തി. പെരുന്തോടിന് സമീപമുള്ള കാട്ടിൽ നിന്നാണ് പ്ലാസ്റ്റിക് ആവരണങ്ങൾ കണ്ടെത്തിയത്. പോലീസ് അന്വേഷണം പുരോഗമിക്കുന്നു. നഗരത്തിന്റെ ഹൃദയഭാഗത്തെ റോഡിൽ കുഴി യാത്രക്കാർക്ക് ദുരിതമാകുന്നു. മഴ പെയ്യുമ്പോൾ കുഴികളിൽ വെള്ളം കെട്ടിക്കിടക്കുന്ന സ്ഥിതിയാണ് നിലവിൽ. കുഴിയടക്കാൻ നടപടി സ്വീകരിക്കണമെന്ന ആവശ്യം ശക്തം. മൂവാറ്റുപുഴ നിർമ്മല കോളേജിൽ ത്രിദിന അന്താരാഷ്ട്ര സെമിനാർ. അകശേരുകികളുടെ വർഗീകരണവും കമ്പ്യൂട്ടേഷണൽ ബയോളജിയും വിഷയത്തിലാണ് സെമിനാർ നടത്തിയത്. 31 ഗവേഷണ പ്രബന്ധങ്ങൾ സെമിനാറിൽ അവതരിപ്പിച്ചു. 100ഓളം പേർ പങ്കെടുത്തു. ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ വാഴക്കുളം യൂണിറ്റ് വാർഷിക സമ്മേളനം സംഘടിപ്പിച്ചു. AKPS സംസ്ഥാന സെക്രട്ടറി റോണി അഗസ്റ്റിൻ ഉദ്ഘാടനം ചെയ്തു. പുതിയ ഭാരവാഹികളെ സമ്മേളനത്തിൽ തെരഞ്ഞെടുത്തു. പ്ലാറ്റിനം ജൂബിലി നിറവിൽ മീൻകുന്നം ആറോഡ് പബ്ലിക് ലൈബ്രറി മധ്യ കുഴൽനാടൻ MLA ജൂബിലി സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. വിശ്വജ്യോതി എഞ്ചിനീയറിംഗ് കോളേജ് ഹോട്ടൽ മാനേജ്മെന്റ് അസോസിയേഷന്റെ ഉദ്ഘാടനം നടത്തി. ലേ മെറിഡിയൻ കൊച്ചി ട്രെയിനിംഗ് മാനേജർ അരുണിമ മോഹൻ ഉദ്ഘാടനം ചെയ്തു. വാർത്തകൾ വിശദമായി. മൂവാറ്റുപുഴക്കാവിൽ നിന്ന് മോഷണം പോയ ജനറേറ്റർ കേബിളുകളുടെ അവശിഷ്ടം കണ്ടെത്തി. പെരുന്തോടിന് സമീപമുള്ള കാട്ടിൽ നിന്നാണ് പ്ലാസ്റ്റിക് ആവരണങ്ങൾ കണ്ടെത്തിയത്. മൂവാറ്റുപുഴക്കാവിൽ നിന്ന് മോഷണം പോയ ജനറേറ്റർ കേബിളുകളുടെ അവശിഷ്ടം കണ്ടെത്തി. പെരുന്തോടിന് സമീപമുള്ള കാട്ടിൽ നിന്നാണ് പ്ലാസ്റ്റിക് ആവരണങ്ങൾ കണ്ടെത്തിയത്. നവരാത്രി ആഘോഷങ്ങളുടെ ഭാഗമായി മൂവാറ്റുപുഴയിൽ കൊണ്ടുവന്ന ജനറേറ്ററിന്റെ കേബിളുകളാണ് തിങ്കളാഴ്ച രാത്രിയിൽ മോഷണം പോയത്. ആഘോഷങ്ങളുടെ ഭാഗമായി ശബ്ദ സംവിധാനങ്ങളും ലൈറ്റ് സംവിധാനങ്ങളും പ്രവർത്തിപ്പിക്കുന്നതിനായി കൊണ്ടുവന്ന 140 മീറ്ററോളം കേബിളുകളാണ് മോഷണം പോയത്. തുടർന്ന് വെള്ളിയാഴ്ച രാവിലെയോടെ പെരുന്തോടിന് സമീപമുള്ള കാട്ടിൽ നിന്നും കേബിളിന്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്തുകയായിരുന്നു. ചെമ്പ് കമ്പികൾ ഊരിയെടുത്ത ശേഷം പ്ലാസ്റ്റിക് ആവരണങ്ങളാണ് കാട്ടിൽ നിന്നും കണ്ടെത്തിയിരിക്കുന്നത്. ഭാരവാഹികളുടെ പരാതിയെ തുടർന്ന് മൂവാറ്റുപുഴ പോലീസ് അന്വേഷണം നടത്തി വരികയാണ്. മൂവാറ്റുപുഴ കാവിനോട് ചേർന്നുള്ള അന്നദാന മണ്ഡപത്തിൽ വൈദ്യുതിയും ജനറേറ്ററുമായി യോജിപ്പിച്ചിരുന്ന ഭാഗത്തെ കേബിളുകളാണ് മോഷണം പോയത്. 40,000-ഓളം രൂപ വില വരുന്ന കേബിളുകളാണ് നഷ്ടമായിരിക്കുന്നത്. PO ജംഗ്ഷനിലെ സിഗ്നലിൽ രൂപപ്പെട്ടിരിക്കുന്ന കുഴികൾ യാത്രക്കാർക്ക് ദുരിതമാകുന്നു. മഴ പെയ്യുന്നതോടെ കുഴികളിൽ വെള്ളം കെട്ടിക്കിടക്കുന്ന സ്ഥിതിയാണ് നിലവിലുള്ളത്. മൂവാറ്റുപുഴ നഗരത്തിന്റെ ഹൃദയഭാഗത്ത് രൂപപ്പെട്ടിരിക്കുന്ന വലിയ കുഴികൾ യാത്രക്കാർക്ക് ദുരിതമാകുന്നു. PO ജംഗ്ഷനിലെ സിഗ്നലിൽ നിന്ന് തൊടുപുഴ ഭാഗത്തേക്ക് തിരിയുന്നിടത്താണ് വലിയ കുഴികൾ രൂപപ്പെട്ടിരിക്കുന്നത്. മഴ പെയ്യുന്നതോടെ കുഴികളിൽ വെള്ളം കെട്ടിക്കിടക്കുന്ന സ്ഥിതിയാണ് നിലവിലുള്ളത്. വലിയ കുഴികളിൽ വെള്ളം കെട്ടിക്കിടക്കുകയും കൂടി ചെയ്യുന്നതോടെ ഇരുചക്രവാഹന യാത്രികരും ഓട്ടോറിക്ഷ യാത്രികരുമാണ് കൂടുതലായും ദുരിതത്തിലായിരിക്കുന്നത്. വെള്ളം നിറഞ്ഞ കുഴിയുടെ വ്യാപ്തി അറിയാൻ സാധിക്കാത്തത് അപകടങ്ങൾക്കും കാരണമായേക്കാം. കുഴിയിൽ ചാടുമ്പോൾ വാഹനങ്ങളുടെ അടിഭാഗം ഇടിക്കുന്നതിനാൽ വാഹനങ്ങൾക്ക് കേടുപാട് സംഭവിക്കുന്നതും പതിവായിരിക്കുകയാണ്. ഇതിനെല്ലാം പുറമെ ഭാരവാഹനങ്ങൾ ഉൾപ്പെടെ കുഴിയിൽ ചാടാതിരിക്കാൻ വാഹനങ്ങളുടെ വേഗത കുറയ്ക്കുന്നതിനാൽ പിന്നാലെ എത്തുന്ന വാഹനങ്ങൾക്ക് തടസ്സമാവുകയും ഗതാഗതക്കുരുക്ക് രൂപപ്പെടുകയും ചെയ്യുന്നുണ്ട്. ദിനംപ്രതി ആയിരക്കണക്കിന് വാഹനങ്ങൾ സഞ്ചരിക്കുന്ന നഗരത്തിലെ പ്രധാന റോഡിൽ സിഗ്നലിൽ രൂപപ്പെട്ടിരിക്കുന്ന കുഴികൾ ഉടനടി അടയ്ക്കുന്നതിന് അധികൃതർ തയ്യാറാവണമെന്നാണ് ആവശ്യമുയരുന്നത്. ജനപ്രതിനിധികൾ ഉൾപ്പെടെ സഞ്ചരിക്കുന്ന റോഡിൽ നഗരത്തിന്റെ ഹൃദയഭാഗത്ത് രൂപപ്പെട്ടിരിക്കുന്ന കുഴികൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ലെന്ന മട്ടിലാണ് അധികൃതർ. PO ജംഗ്ഷൻ മുതൽ കച്ചേരിത്താഴം വരെ ആദ്യഘട്ട ടാറിംഗ് പൂർത്തിയാക്കി 4 വരി ഗതാഗതം തുറന്നു നൽകിയെങ്കിലും റോഡിലെ കുഴികളടച്ച യാത്ര സുഗമമാക്കാൻ അധികൃതർ തയ്യാറാവുന്നില്ലെന്നാണ് ആരോപണം. നഗരപ്രദേശത്തെ റോഡുകളിൽ നിരവധി കുഴികൾ യാത്രക്കാർക്ക് ദുരിതമായി രൂപപ്പെട്ടിട്ടുണ്ട്. അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി. ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം. നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും. മൂവാറ്റുപുഴ നിർമ്മല കോളേജിൽ ത്രിദിന അന്താരാഷ്ട്ര സെമിനാർ സംഘടിപ്പിച്ചു. 100ഓളം പേർ പങ്കെടുത്തു. മൂവാറ്റുപുഴ നിർമ്മല കോളേജ് ജന്തുശാസ്ത്ര വിഭാഗവും കോളേജിലെ ബയോഡൈവേഴ്സിറ്റി ക്ലബും സംയുക്തമായി ത്രിദിന അന്താരാഷ്ട്ര സെമിനാർ സംഘടിപ്പിച്ചു. അകശേരുകികളുടെ വർഗീകരണവും കമ്പ്യൂട്ടേഷണൽ ബയോളജിയും എന്ന വിഷയത്തിലാണ് സെമിനാർ സംഘടിപ്പിച്ചത്. ശ്രീലങ്ക രജരത യൂണിവേഴ്സിറ്റി സീനിയർ ലെക്ചറർ ഡോക്ടർ ദിനർ സർദെ സി റഹീം അന്താരാഷ്ട്ര സെമിനാർ ഉദ്ഘാടനം ചെയ്തു. കേരള സംസ്ഥാന ജൈവ വൈവിധ്യ ബോർഡിന്റെ സാമ്പത്തിക സഹായത്തോടെയാണ് സെമിനാർ സംഘടിപ്പിച്ചത്. 30-ൽ പരം ഗവേഷണ അക്കാദമിക സ്ഥാപനങ്ങളിൽ നിന്നായി 100ഓളം പേർ സെമിനാറിൽ പങ്കെടുത്തു. സെമിനാറിന്റെ ഭാഗമായി വിവിധ വിഷയങ്ങളിൽ ക്ലാസ് നടത്തി. 31 ഗവേഷണ പ്രബന്ധങ്ങൾ സെമിനാറിൽ അവതരിപ്പിച്ചു. കേരള ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ ഡോക്ടർ പ്രമോദ് ജി കൃഷ്ണൻ IFS മുഖ്യപ്രഭാഷണം നടത്തി. കോളേജ് മാനേജർ മോൺസിഞ്ഞോർ ഡോക്ടർ പയസ് മലേക്കണ്ടത്തിൽ, കോളേജ് പ്രിൻസിപ്പൽ ഫാദർ ഡോക്ടർ ജസ്റ്റിൻ കെ കുര്യാക്കോസ്, വൈസ് പ്രിൻസിപ്പൽ ഡോക്ടർ സോണി കുര്യാക്കോസ്, ബർസാർ ഫാദർ പോൾ കളത്തൂർ, സെമിനാർ കോർഡിനേറ്ററും കോളേജ് വൈസ് പ്രിൻസിപ്പലുമായ ഡോക്ടർ ജിജി കെ ജോസഫ്, ജോയിന്റ് കോർഡിനേറ്ററും അധ്യാപികയുമായ അലീന എലിസബത്ത് സിറിൽ,
സുവോളജി വിഭാഗം മേധാവി അമ്പിളി എലിസബത്ത് ജോർജ്, ബയോഡൈവേഴ്സിറ്റി ക്ലബ് കോർഡിനേറ്റർ സിന്ധു റേച്ചൽ ജോയ് എന്നിവർ സെമിനാറിന് നേതൃത്വം നൽകി. സെമിനാറിനോടനുബന്ധിച്ച് ടെറസ്ട്രിയൽ മൊളസ്കുകളെ പറ്റി ശില്പശാലയും സെമിനാറിന്റെ 3-ാം ദിനം തട്ടേക്കാട് പക്ഷിസങ്കേതത്തിലേക്ക് പഠനയാത്രയും സംഘടിപ്പിച്ചിരുന്നു. ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ വാഴക്കുളം യൂണിറ്റ് വാർഷിക സമ്മേളനം സംഘടിപ്പിച്ചു. AKPS സംസ്ഥാന സെക്രട്ടറി റോണി അഗസ്റ്റിൻ ഉദ്ഘാടനം ചെയ്തു. ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ വാഴക്കുളം യൂണിറ്റ് വാർഷിക സമ്മേളനം സംഘടിപ്പിച്ചു. വാഴക്കുളം ജ്വാല ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച സമ്മേളനം AKPS സംസ്ഥാന സെക്രട്ടറി റോണി അഗസ്റ്റിൻ ഉദ്ഘാടനം ചെയ്തു. ഒരു വർഷം പ്രവർത്തനമാണ് വാഴക്കുളം യൂണിറ്റ് ഈ വർഷം കാഴ്ചവെച്ചിരിക്കുന്നത്. അത് അതേക്കുറിച്ച് കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ നമ്മളിവിടെ ഒരു ജില്ലാ സമ്മേളനത്തിൻ്റെ പ്രൗഢിയോടുകൂടി അല്ല കളർ പേജോടുകൂടി നല്ലൊരു റിപ്പോർട്ടൊക്കെ ഇവിടെ വെച്ച് ആ റിപ്പോർട്ട് വായിക്കാനായിട്ട് ഇവിടെ സെക്രട്ടറി എഴുതി ചെയ്യുമ്പോൾ നമുക്കത് വായിച്ച് കേൾക്കാനായിട്ട് ഒരു ആകാംക്ഷ ഉണ്ടാകും. ആ രീതിയിലാണ് അദ്ദേഹം ആ റിപ്പോർട്ട് എഴുതുന്നത്. ആ റിപ്പോർട്ടിൽ ഞാൻ പറഞ്ഞ ഈ ഒരു കണക്ക്, ആ കണക്കിൽ എത്തി നോക്കുവാണെങ്കിൽ ഇൻഷുറൻസ് പദ്ധതിയുടെ ഗുണം എന്താണെന്ന് ഇവിടെ മനസ്സിലാക്കുകയും ആ ഒരു പ്രവർത്തനം ആ സമയത്ത് നടത്തുകയും കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്ന 27 പേരിൽ 34ഓളം 7 പേരെ കൂടുതൽ ചേർത്തുകൊണ്ട് മാത്രമല്ല ജില്ലാ വൈസ് പ്രസിഡന്റ് നജീബ് PP കൈനീട്ടം പദ്ധതി വിതരണം നിർവഹിച്ചു. യൂണിറ്റ് പ്രസിഡന്റ് ബിജു ജോസഫ് അധ്യക്ഷത വഹിച്ച സമ്മേളനത്തിൽ മൂവാറ്റുപുഴ മേഖലാ പ്രസിഡന്റ് സനിൽ KS മുഖ്യപ്രഭാഷണം നടത്തി. ജില്ലാ കമ്മിറ്റി പ്രതിനിധി സാജു റോസ് ജോർജ് 41ാമത് സംസ്ഥാന സമ്മേളന വിശദീകരണവും മേഖലാ സെക്രട്ടറി ടോമി സാഗ സംഘടനാ വിശദീകരണവും നടത്തി. യൂണിറ്റ് സെക്രട്ടറി വിഷ്ണു കുഞ്ഞപ്പൻ വാർഷിക റിപ്പോർട്ടും ട്രഷറർ ജോമിൻ ജോയി കണക്കും മേഖലാ സാന്ത്വനം കോർഡിനേറ്റർ ജോമറ്റ് മാനുവൽ സാന്ത്വനം റിപ്പോർട്ടും അവതരിപ്പിച്ചു. യൂണിറ്റ് വൈസ് പ്രസിഡന്റ് തോമസ് ജെയിംസ്, യൂണിറ്റ് സാന്ത്വനം കോർഡിനേറ്റർ ജോളി PO, കമ്മിറ്റി അംഗം സുനിൽ സുരേന്ദ്രൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. മേഖലാ ട്രഷറർ വിപിൻ മോഹന്റെ നേതൃത്വത്തിൽ 2025-26 വർഷത്തേക്കുള്ള ഭാരവാഹി തെരഞ്ഞെടുപ്പും സമ്മേളനത്തിൽ നടത്തി. യൂണിറ്റ് പ്രസിഡന്റ് ബിജു ജോസഫ്, യൂണിറ്റ് സെക്രട്ടറി വിഷ്ണു കുഞ്ഞപ്പൻ, ട്രഷറർ ജോമിൻ ജോയ് എന്നിവരെയാണ് തെരഞ്ഞെടുത്തത്. തുടർന്ന് കലാസന്ധ്യയും അരങ്ങേറി. കുറഞ്ഞ ചെലവിൽ അത്യാധുനിക ആരോഗ്യ പരിരക്ഷ. MCS ഹോസ്പിറ്റൽ. We take care of your health. പ്ലാറ്റിനം ജൂബിലി നിറവിൽ മീങ്കുന്നം ആറോഡ് പബ്ലിക് ലൈബ്രറി. മീങ്കുന്നം പള്ളിക്ക് സമീപം പ്രവർത്തിക്കുന്ന ലൈബ്രറിയുടെ പ്രവർത്തനങ്ങൾക്ക് വനിതാവേദി, ബാലജനവേദി, വയോജനവേദി, യുവജനവേദി എന്നീ സംഘടനകളുടെ നേതൃത്വത്തിലാണ് കൂട്ടായ പ്രവർത്തനം നടത്തുന്നത്. ശനിയാഴ്ച വൈകിട്ട് 4:30 മീങ്കുന്നം സെന്റ് ജോസഫ് പള്ളി പാരിഷ് ഹാളിൽ പ്ലാറ്റിനം ജൂബിലി സമാപന സമ്മേളനം മാത്യു കുഴൽനാടൻ MLA ഉദ്ഘാടനം ചെയ്യും. വികാരി ഫാദർ ജേക്കബ് തലാപ്പിള്ളിൽ അധ്യക്ഷത വഹിക്കും. വാഴക്കുളം വിശ്വജ്യോതി എഞ്ചിനീയറിംഗ് കോളേജ് ഹോട്ടൽ മാനേജ്മെന്റ് അസോസിയേഷന്റെ ഉദ്ഘാടനം നടത്തി. ലേ മെറിഡിയൻ കൊച്ചി ട്രെയിനിംഗ് മാനേജർ അരുണിമ മോഹൻ ഉദ്ഘാടനം ചെയ്തു. കോളേജ് മാനേജർ മോൺസിഞ്ഞോർ ഡോക്ടർ പയസ് മലേക്കണ്ടത്തിൽ, പ്രിൻസിപ്പൽ ഡോക്ടർ KK രാജൻ, വൈസ് പ്രിൻസിപ്പൽ സോമി P മാത്യു, വകുപ്പ് മേധാവി സുജിത് KS, അസോസിയേഷൻ സെക്രട്ടറി ജെറിൻ ബോബി എന്നിവർ പ്രസംഗിച്ചു. അമ്പഴക്കട്ട സിസിലി ജോൺ 82 നിര്യാതയായി. സംസ്കാരം ശനിയാഴ്ച 11 ആനിക്കാട് സെന്റ് സെബാസ്റ്റ്യൻസ് പള്ളിയിൽ നടത്തപ്പെടും. മക്കൾ പരേതയായ സ്റ്റെല്ല, സെൽവി, സ്റ്റീന. മരുമക്കൾ നെടുമ്പറമ്പിൽ മാർട്ടിൻ, ഡെന്നി പൂവൻ, ഷിൻഡോ കാരക്കാട്ട്. വാഴപ്പള്ളി മണിയാട്ടിക്കുടി MC വർഗീസ് 73 നിര്യാതനായി. സംസ്കാരം നടത്തി ഭാര്യ റേച്ചൽ, പോത്താനിക്കാട് ചെട്ടിയാംകുടിൽ കുടുംബാംഗം. മക്കൾ ആൻസി, അഞ്ജു, അനുജ. മരുമക്കൾ എൽദോ ഐരാനിക്കാട്ടിൽ പെരുവ, ജോമി കോളാപ്പിള്ളിൽ പാമ്പാക്കുട. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും. ന്യൂസ് 8 പൂർണ്ണമാകുന്നു. നമസ്കാരം.